ഇടുക്കി കട്ടപ്പനയിൽ സാമൂഹിക വിരുദ്ധർ ഓട്ടോറിക്ഷയ്ക്ക് തീയിട്ടു. ചാണശ്ശേരി സ്വദേശി സനീഷിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് തീയിട്ടത്. ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ചു. മുഹമ്മദ് ആഷിഖ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആഷിഖ്, ഈ ഓട്ടോറിക്ഷ തീയിടാൻ കാരണമായി വേറെ വല്ല മുൻകാല സംഭവങ്ങളുമുണ്ടോ? എന്താണ് പറയുന്നത്? നിലവിൽ അങ്ങനെ സംശയങ്ങളൊന്നുമില്ല. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. രാത്രി 11:30 വീടിന് പുറത്ത് വലിയ വെട്ടം കണ്ട് പുറത്തിറങ്ങി നോക്കുകയായിരുന്നു സനീഷും ഭാര്യയും. അപ്പോഴാണ് വാഹനത്തിന് തീ പിടിക്കുന്നത് കണ്ടത്. പരിസരവാസികളും നാട്ടുകാരും ഒക്കെ ചേർന്ന് ആ തീ അണയ്ക്കുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 5000 രൂപ ATM കാർഡ് അടക്കമുള്ള രേഖകൾ നശിച്ചു പോയിട്ടുണ്ട്. 10 വർഷമായി ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ആളാണ് സനീഷ്. വാഹനം തകർന്നു കത്തി നശിച്ചു പോയതോടുകൂടി ഇയാളുടെ ഉപജീവന മാർഗം നിലച്ചിരിക്കുകയാണ്. മുൻപ് ഏതെങ്കിലും തരത്തിൽ വ്യക്തിവൈരാഗ്യമുള്ള ആളുകളൊന്നുമില്ല. ഏതോ സാമൂഹ്യ വിരുദ്ധരാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് സനീഷ് പറയുന്നത്. ഏതായാലും ഈ വാഹനം പുനർനിർമ്മിക്കാനോ മറ്റോ ഉള്ള സഹായം കൂടി തേടുകയാണ് സനീഷ്. ഈ ഘട്ടത്തിൽ പോലീസ് ഈ സംഭവത്തിൽ പരാതി സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് തീയിട്ടത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. CCTVയോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ലേ പരിസരങ്ങളിലോ, ആ വീട്ടിലും ഒന്നും? വിനിഷ, ദൃശ്യങ്ങളിൽ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ നിലയിലുള്ള സംവിധാനങ്ങളുള്ള ഒരു വീടല്ല. വീടിന്റെ മുറ്റത്ത് വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. മറ്റ് അന്വേഷണങ്ങളടക്കം നടത്തണമെന്നാണ് പോലീസ് പറയുന്നത്. ആളുകൾ ചേർന്ന് തീയിട്ടതാണ് എന്നുള്ളതാണ് സനീഷ് പറയുന്നത്. മറ്റേ അല്ലാതെ സ്വയം തീ പിടിക്കാനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല. ഷോർട്ട് സർക്യൂട്ട് മറ്റു കാര്യങ്ങൾക്കൊന്നും സാധ്യതയില്ല. ആളുകൾ ആരോ തീയിട്ടതാണ്. പക്ഷെ ആരാണ് തീയിട്ടത് എന്നുള്ളത് കണ്ടെത്തണം. അത് പോലീസ് അന്വേഷണത്തിൽ തെളിയുമെന്ന പ്രതീക്ഷയാണ് സനീഷ് ഈ ഘട്ടത്തിൽ വെച്ച് പുലർത്തുന്നത്.